ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ലാക്മേ ഐലൈനറും അതുപോലെ തന്നെ ലാക്മേയുടെ തന്നെ കാജലും ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐലൈനറിൻ്റെ ഒരു എൻഡ് ഭാഗം എന്ന് പറഞ്ഞത് വളരെ അങ്ങനെ ഭയങ്കരമായിട്ടും സ്മൂത്തായിട്ട് നന്നായിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ കണ്ണിലൂടെ. നമ്മൾ കണ്ണിൻ്റെ ഐലിഡിൽ കൂടി എഴുതാനായിട്ടുണ്ടെങ്കിലും കണ്ണിൻ്റെ മുകളിൽ കൂടെ എഴുതാനായിട്ടുണ്ടെങ്കിലൊക്കെ നല്ലതായിട്ട് ഗ്ലൈഡായി പോവും. അതിന് തുമ്പ് വന്നിട്ട് നല്ലതായിട്ട് തിന്നാണ്. അപ്പം നമുക്ക് നന്നായിട്ട് നമ്മൾ കണ്ണിലൂടെ വരയ്ക്കും നല്ല പോയിൻറ്റിങ്ങും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കാറുണ്ട്, പക്ഷേ പുറത്ത് അങ്ങനെ എന്തെങ്കിലും പോകുമ്പോൾ മാത്രമേ ഞാനിത് വരയ്ക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബിഗ്നേഴ്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാസ്ലറിൻ്റെ ഐലൈനർ നല്ലതാണ് കേട്ടോ. ഇത് പക്ഷേ വാട്ടർ പ്രൂഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണുമെന്ന് പോകാൻ കുറച്ച് പാടാണ് കേട്ടോ. അടുത്ത് നമുക്ക് കണ്ണിൻ്റെ ഉള്ളിൽ കണ്ണെഴുതാം കേട്ടോ. കാരണം കണ്ണിൻ്റെ ഐലിഡും അതുപോലെ തന്നെ വാട്ടർ ലൈനും നമ്മൾ കുറച്ച് ഡാർക്കനാക്കുന്നത് നല്ലതാണ്. അപ്പോൾ കണ്ണിനൊരു പ്രത്യേക ഒരു ഭംഗി കിട്ടും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കൺമഷി കഴിഞ്ഞു പോയി, കാജൽ കഴിഞ്ഞു പോയി. അപ്പോൾ ലാക്മേയുടെ തന്നെ സെയിം ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടർ ലൈൻ ഒന്ന് ഡാർക്ക് ചെയ്യാൻ നോക്കുന്നതാണ് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ടോ എന്ന്. എൻ്റെ കണ്ണിൽ ലെൻസൊന്നും വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ കല്യാണത്തിനും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റിനും മാത്രമേ കേട്ടോ ലെൻസ് യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഊരാണ് ഉണ്ടായത്. അപ്പോൾ വെച്ച് നോക്കി അപ്പോൾ തന്നെ ഊരാണ് ഉണ്ടായിരുന്നത് നമ്മുടെ എൻഗേജ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി